Skills have to be changed. So we are reskilling ആ പ്രോസസ്സിലാണ് നമ്മൾ അതിന്റെ ടീച്ചിങ് സ്കില്ലിംഗ് ആ ഏരിയയിൽ നമ്മൾ കുറച്ചും കൂടെ കയറണം. എസ്പെഷ്യലി വിത്ത് AI, people may have to lay off people they have to hire new people with new skills. Exactly. അപ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും കേരളത്തിൽ ടാലൻസിന് ഡിഫിക്കൽറ്റി വന്നിട്ടേ ഇല്ല. കൂടുതലും ഓൾമോസ്റ്റ് 30% AI ബേസ്ഡ് ടാലൻസ് ആണ്. അതിനൊന്നും ഡിഫിക്കൽറ്റി ഇല്ല. ഹൈദരാബാദിനെക്കാളും 30% to 40% കോസ്റ്റും കുറവാണ് ഇവിടെ. അപ്പോൾ അത് കാരണം നമ്മളത് പ്രൊമോട്ട് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. നമ്പർ കമ്പനീസിൽ എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു മെയിൻ അത് നമ്മൾ ചെയ്യുന്നുണ്ട് internally with companies and identify the skill. It's a great positive feedback. Government's level. So Kerala Tech Portal and the comprehensive portal I have all part of 100 days program. So our portal information about every company will be there. In Kerala, and entire collaboration, transaction, interaction between all these companies will be on that portal. A couple of days back, I spoke to TCS and Infosys. So avaru AI adoption വളരെ നല്ല രീതിയിൽ ചെയ്യും. So far we are not done it. Now we want to spend money on it. നമുക്കറിയാവുന്നതുപോലെ ജിടെക് ഒരുപാട് മെമ്പർ കമ്പനീസ് അതിനകത്ത് ഉണ്ട്. അവർ സ്വമേധയാ വളണ്ടറിലി ഈ ഇൻഡസ്ട്രിക്കകത്ത് ടെക്നോളജിക്കൽ ചേഞ്ച് വരുത്തുമ്പോൾ ഉണ്ടായ ഒരു പ്രോബ്ലം അത് ഇന്ന് ഒരു കമ്പനിക്ക് വരാം, നാളെ മറ്റു കമ്പനിക്ക് വരാം. അതുകൊണ്ട് ആവുന്നത്ര ഈ കാര്യത്തിൽ ഈ ചേഞ്ച് കൊണ്ടുവരുന്ന ബുദ്ധിമുട്ട് ഷെയർ ചെയ്യുക എന്നൊരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് ആണ് ജിടെക് ഇതിന് വളണ്ടറിലി തയ്യാറായിരിക്കുന്നത്. അപ്പോൾ കോറോ ഹെൽത്തിൽ നിന്ന് പോകുന്ന ആവുന്നത്ര ആളുകളെ ഇതിലെ ജിടെക്കിലെ കമ്പനീസ് എടുക്കും, അബ്സോർബ് ചെയ്യും. ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുമ്പോൾ പ്രോബ്ലംസ് വരും കമ്പനികൾക്ക്. പക്ഷേ അതൊരു സ്ട്രെങ്ത്തായി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നാളെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൾച്ചർ കേരളത്തിലുണ്ട് എന്നൊരു മെസ്സേജ് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രൊഫൈൽസ് നമ്മൾ ഓൾറെഡി കോറോ ഹെൽത്ത് മാനേജ്മെൻറ്റുമായിട്ട് നമ്മൾ ഇൻട്രാക്ഷൻ നടത്തിയിട്ടുണ്ട്. സോ വി ആർ ഗെറ്റിംഗ് ദാറ്റ് പ്രൊഫൈൽസ് ഫ്രം കോറോ ഹെൽത്ത് ആൻഡ് വിൽ ട്രൈ ടു സർക്കുലേറ്റ് ഇൻറ്റേർണലി ഇൻ അവർ കമ്പനി. ആൻഡ് അവരുടെ പോലെയുള്ള സ്കിൽ സെറ്റ് ആവശ്യമുള്ള കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് സ്പെസിഫിക്കലി ഞങ്ങൾ അയച്ചു കൊടുത്ത് അവരുമായിട്ടൊരു ഇൻട്രാക്ഷൻ വെച്ചിട്ടാണ് മാനേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രൊഫൈൽസ് വി ആർ ഗെറ്റിംഗ് ഇറ്റ് ഫ്രം ദ കമ്പനീസ്. അതായത് ഇപ്പോൾ ജിടെക് ചെയ്യുന്ന ഒരു നല്ല ഇനീഷ്യേറ്റീവാണ്. പക്ഷേ ഇപ്പോൾ കോറോ ഹെൽത്ത് ഇതിൽ നിന്ന് ഒഴിയാണ്. ഇതുപോലെയുള്ള ട്രെൻഡ്സ് വരികയാണ് നമ്മുടെ മേഖലയിൽ. അപ്പോൾ അതിനെ എങ്ങനെയാണ് സ്ഥിരമായി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്? കാരണം ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത്രമാത്രം കൊടുക്കാൻ പറ്റും, ജോലി കൊടുക്കാൻ പറ്റും. അല്ല, ഇത് ട്രെൻഡല്ലല്ലോ, ഇത് ഒരു റിയാലിറ്റിയാണ്. റിയാലിറ്റി എന്ന് പറയുമ്പോൾ ഈ കോറോ ഹെൽത്തിൽ വന്നതിനെ പറ്റി അല്ല ഞാൻ പറയുന്നത്. കോറോ ഹെൽത്തിൽ വന്നത് സ്പെസിഫിക്കായിട്ട് എന്താണ് എന്നുള്ളത് വിശദമായിട്ട് പരിശോധിച്ചിട്ടേ അവരുടെ ഈ ഒരു കൂട്ട പിരിച്ചുവിടലിന് എന്താ കാരണം എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാ കമ്പനികൾക്കും ചെറിയ പ്രശ്നങ്ങൾ വരാം. കാരണം ടെക്നോളജി ചേഞ്ച് ചെയ്യുമ്പോൾ AI വരുമ്പോൾ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ പക്ഷേ ഒരു ഭാഗത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ മറുഭാഗത്ത് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്ത് വരുന്നതാണ് ടെക്നോളജിയുടെ പൊതു സ്വഭാവം. സമയമെടുക്കും, പക്ഷെ ആ ഒരു പ്രോസസ്സിൽ ചെറിയ പ്രയാസങ്ങൾ വരും. ആ പ്രയാസം ചുരുക്കാൻ വേണ്ടിയാണ് ജിടെക് പോലുള്ള ഒരു സംഘടന ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഡെഫിനറ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യും. മാത്രമല്ല ഇപ്പോൾ ഈ കമ്പനികളൊക്കെ അവരുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ അവരെ കാപ്പബിലിറ്റി കൂട്ടാനുമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ടെക്നോളജി ചേഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണം. അതിനുള്ള ശ്രമങ്ങൾ അവരൊക്കെ നടത്തുകയാണ്, ഇല്ലേ?